ഇത്രയും അഴുക്കുള്ള കല്ലുമ്മക്കായനെ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താലോ. അപ്പം ഈ കല്ലുമ്മക്കായ ഉണ്ടല്ലോ, ഇത് ഈ പാറക്കല്ലിൻ്റെ മേലേക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല അഴുക്കുണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി കൊടുക്കുക. എൻ്റെ കല്ലുമ്മക്കായ കുറച്ച് വൃത്തിയുണ്ട് കേട്ടോ, അധികം അഴുക്കില്ലാത്തതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അഴുക്കുള്ളതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ കത്തി വെച്ച് ചുരണ്ടി കൊടുക്കുക. വേണമെങ്കിൽ നല്ലൊരു പുതിയ മെറ്റൽ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് സൈഡും നല്ലോണം ചുരണ്ടി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ സാധനം കണ്ടോ, ഒരു മുടി പോലത്തെ ഒരു സാധനം. ഈ സാധനം വെച്ചിട്ടാണ് ഈ പാറക്കല്ലിൻ്റെ മേലെ ഇതിങ്ങനെ പിടിച്ച് കെട്ടി നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താക്കണമെന്ന് വെച്ചാൽ ആദ്യം അതിനൊന്ന് വലിച്ചെടുക്കണം. കൈ വെച്ച് ഇങ്ങനെ മല്ലൊന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് വിട്ടുപോരും. പിന്നെ ഈ കത്തി ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തുറന്നു കൊടുത്താൽ ഇത് കംപ്ലീറ്റ്ലി തുറന്നു വരും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു പാമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അതും കൂടെ അങ്ങ് വലിച്ചു വരാം. ഒന്നുകൂടെ കാണിച്ചു തരാം. ആ മുടി പോലത്തെ സാധനങ്ങൾ വലിക്കുക, പിന്നെ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അകത്തി കൊടുത്താൽ അതങ്ങ് തുറന്നു വരും. പിന്നെ ആ ഉള്ളിൽ ആ ചെറിയൊരു നീണ്ടൊരു പാമ്പ് പോലത്തെ സാധനത്തിനെ കൈ വെച്ച് മെല്ലൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അതും ഇങ്ങോട്ട് പോരും കേട്ടോ. ഇനി വേറൊരു വഴി കാണിച്ചു തരാം. ഇതിനെ തലകുത്തനെ പിടിക്കുക. തലകുത്തനെ പിടിച്ചിട്ട് ഈ മുടിയില്ലേ അതിങ്ങോട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ആ മുടി പോകുന്ന ആ സ്ഥലത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അവിടെ ആ കത്തീൻ്റെ ചുണ്ടങ്ങ് വെച്ച് കൊടുത്തിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ താത്തി കൊടുത്താൽ പെട്ടെന്ന് അത് അകന്ന് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നേരെ പിടിക്കുക, അല്ലെങ്കിൽ തലകുത്തനെ പിടിച്ചിട്ട് വേണേ ചെയ്യുക. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിങ്ങോട്ട് വലിക്കുക, എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ കത്തീൻ്റെ ചുണ്ടങ്ങ് കയറ്റിയിട്ട് ഇതങ്ങ് അകത്തി കൊടുത്താൽ മതി. ഇനി ഇത് നെക്സ്റ്റ് ഡേ ഒക്കെ ക്ലീൻ ചെയ്യാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കുറച്ച് താനേ അങ്ങ് തുറന്ന് വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. നമ്മളിത് വാങ്ങിയപാടെ ക്ലീൻ ചെയ്യുമ്പോഴാണ് ഇത്ര കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ മുടി പോലത്തെ അല്ല, ഈ നാര് പോലത്തെ ചെറിയ സാധനമൊക്കെ എടുത്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് കഴുകി, പിന്നെ നോർമലി നിങ്ങൾ എങ്ങനെയാണോ വാഷ് ചെയ്യുന്നത് അതുപോലെ വാഷ് ചെയ്തെടുത്തിട്ട് ഒരു അരിപ്പക്കൊട്ടയിൽ അങ്ങ് ഇതുപോലെ അരിപ്പക്കൊട്ടയിൽ ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ ആ വെള്ളമൊക്കെ അങ്ങ് വടിഞ്ഞോളും. ഇനി ഇത് നിങ്ങൾക്ക് പൊരിക്കാനോ നിറയ്ക്കാനോ എങ്ങനെ വേണേലും ഇത് യൂസ് ചെയ്യാവുന്ന കേട്ടോ.